ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നൊരു ഇഫ്താർ വിരുന്ന് പങ്കെടുക്കാൻ പോവാണ്. ഇതൊരു പാർട്ടിയുടെ പരിപാടിയാണ്. DYFI സംഘടിപ്പിക്കുന്ന ഒരു ഇഫ്താർ വിരുന്നാണ്. കോഴിക്കോട് വേങ്ങരയുള്ള ഗ്രീൻ വേൾഡിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശോഭിന്ദ്രനാഥ് മാസ്റ്റർ നേതൃത്വത്തിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ അപ്പോൾ ഞങ്ങൾ ഈ പ്രകൃതിൻ്റെ മടിത്തട്ടിലാണ് ഇന്ന് ഈ ഒരു സായാഹ്നം ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സുഹൃത്തുക്കളാണ് ഇതെല്ലാം ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒന്ന് പരിചയപ്പെടുത്താമോ? വൈശാഖ് വേങ്ങര DYFIൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. DYFIൻ്റെ മേഖലാ പരിധി തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ വിരുന്ന് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി. എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് മതസൗഹാർദ്ദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വേങ്ങരയിലെ മണ്ണിൽ നിന്നും തൊട്ടടുത്ത തണ്ണീർപന്തലിലെ ഗ്രീൻവേഡ് പരിധിയിൽ വെച്ചാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഓക്കെ, ഈ ചേട്ടൻ എന്താ പറയുക? ഈ ചേട്ടൻ ഇതിൻ്റെ ഒരു സംഘാടകനാണ്. DYFI വേങ്ങര മേഖലാ പ്രസിഡന്റാണ്. ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വിഭാഗം മതത്തിൽപ്പെട്ട ആളുകളല്ലാതെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഇഫ്താർ ഇരുന്ന് സംഘടിപ്പിക്കുകയാണ്. ഏതൊരു വിഭാഗത്തെയും മാത്രം തിരഞ്ഞു പിടിച്ചിട്ടൊന്നല്ല, എല്ലാവർക്കും മതേതരത്വം കാത്തു സൂക്ഷിക്കുക. അതാണ് DYFI ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ DYFIയുടെ പല യൂണിറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ മൊത്തം പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അത് ആദ്യമായിട്ടാണ് അങ്ങനെ സംഘടിപ്പിക്കുന്നത്? അതെ, DYFIയുടെ മേഖലാ തലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. എല്ലാ വർഷവും അങ്ങനെ പ്രതീക്ഷിക്കാനില്ല, ഇനി തുടരാൻ വേണ്ടിയിട്ട് തുടരണം. ഇപ്പോൾ ഇതുവരെ ഒരു നല്ല വിജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വർഷവും നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് പാർട്ടിയല്ല, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു 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 മുൻകൈ എടുത്തിരിക്കുകയാണെങ്കിൽ ഒരു തുടക്കമാണത്. നല്ലതാണ്, നല്ല കാര്യം. എല്ലാ വർഷവും ഇവിടെ തന്നെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് നോക്കാം. കാരണം DYFIക്ക് പല യൂണിറ്റുകളുണ്ട്. ഇവിടെ തന്നെ 11 യൂണിറ്റുകളുണ്ട്. DYFIയിൽ ഉപരി നമ്മളെല്ലാവരും എല്ലാ ജാതി മത സംഘടനകളെയും ക്ഷണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉദ്ദേശം? അതാണ് ഉദ്ദേശം. ഇതുപോലെ വ്യത്യസ്തമായ പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കും പല രീതിയിലായിട്ട്. നമ്മളെ പാരമ്പര്യം മതേതരത്വം കാത്തുസൂക്ഷിക്കുക. ശരി, അപ്പോൾ ഈ ഒരു തുടക്കത്തിന് നമ്മൾ എന്തായാലും അഭിനന്ദിച്ച് വെക്കും. അപ്പോൾ നമുക്കിതാ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ്. നമുക്ക് പരിപാടികൾ കാണാം. ഇവരെല്ലാവരും ഇവിടെ വളരെ ആക്റ്റീവാണ്. ഫ്രൂട്ട് സലാഡ്, പിന്നെ കൂടാതെ ഇതിൽ പല സാധനങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പരിപാടിയല്ല കേട്ടോ, ഇതൊരു മതേതരം കാത്തു സൂക്ഷിക്കാൻ എല്ലാ ജാതി മതത്തിൽപ്പെട്ട എല്ലാവരെയും ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പൂനൂർ പുഴയുടെ തീരത്ത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന വേദിയിലാണ് ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂനൂർ പുഴയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തപ്പോൾ മറ്റൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ പല ഭാഗത്തു നിന്നും ഈ ഇഫ്താർ വേദിയുടെ ദൃശ്യങ്ങൾ പകർത്തി. അതിമനോഹരം തന്നെ എന്ന് പറയാം. ഞാൻ ഇഫ്താറിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഇഫ്താർ വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും. അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അത് അവിടെ ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എല്ലാവരും പുതുമയാണ്. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ഇത് കഴിക്കുന്നതായിരിക്കും. അതിനാണ് എല്ലാവരും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നോമ്പ് തുറന്നതിന് ശേഷം എല്ലാവർക്കും കഴിക്കാനുള്ള ബിരിയാണി ആണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കിലാണ് എല്ലാവരും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഇഫ്താർ വിരുന്ന് ഇതൊരു പാർട്ടിയുടെ പരിപാടിയാണ്. പക്ഷേ എന്തായാലും പ്രശ്നമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരെ ഒത്തൊരുമിപ്പിക്കാനുള്ള നല്ലൊരു വേദിയാണിത്. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനെപ്പറ്റി നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം ആഘോഷം പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. നമ്മളെ തനതായ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക. എല്ലാവരുമായിട്ട് സഹകരിക്കാനും സൗഹൃദത്വ മനോഭാവവും സഹകരണം എല്ലാം നമ്മളെ സാന്നിധ്യം എപ്പോഴും ഇവിടെ അറിയിച്ചുകൊണ്ടിരിക്കണം. ഞാനും സ്ഥാനം പിടിച്ചു. ബാങ്ക് കൊടുക്കാനുള്ള സമയം എല്ലാവരും ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയൊരു അനുഭവമാണ് എല്ലാവർക്കും. ഇത് ആദ്യമായതുകൊണ്ട് എല്ലാവർക്കും എങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
ബാങ്ക് കൊടുത്തു. അതിന് ശേഷം കഴിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ബാബുവേട്ടനുണ്ട് തൊട്ടടുത്ത്. ഇതൊക്കെയാണ് ഞങ്ങൾ വിഭവങ്ങൾ കഴിക്കുന്നത്. ആവേശത്തോടെ നോമ്പ് തുറന്നു. ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത സന്തോഷത്തിനാണ് എല്ലാവരും. നല്ല ജനപങ്കാളിത്തമുണ്ട്. പ്രതീക്ഷിച്ചാലും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവർക്കും വേണ്ട എത്ര ആൾക്കാർ വരുന്നറിയില്ല. എന്തായാലും എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. നോമ്പ് തുറക്കുക എന്നുള്ള ചടങ്ങോട്ട് കഴിഞ്ഞ് ഇനി അടുത്തത് എല്ലാവരും നോമ്പ് തുറന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക. അതിനുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നോമ്പ് തുറന്നു കഴിഞ്ഞ് നോമ്പ് തുറന്നതിന് ശേഷം ബിരിയാണി ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചോളൊക്കെ ഐസ്ക്രീം ഉണ്ട് അവിടെ. എല്ലാവരും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഒരു പ്ലേറ്റ് കരസ്ഥമാക്കി. എനിക്ക് ചോറും ഇറച്ചിയും ഇൻഗ്രീഡിയൻസും എല്ലാം കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടാതെ ആ മനോഹരമായ സ്ഥലത്തിരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോഴുണ്ടായിരുന്ന സന്തോഷം മറ്റൊന്നായിരുന്നു. വൈകാതെ അവിടേക്ക് മേയറും എത്തിച്ചേർന്നു. മേയർ ഒരുപാട് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് വരാമെന്ന് പറഞ്ഞു. മേയറെ സംഘാടകരും മറ്റുള്ള എല്ലാവരും ചേർന്ന് സ്വീകരിച്ചു. മേയറുടെ സ്വദേശം വേങ്ങര തന്നെയാണ്. കൂടാതെ മേയർ 10ാം വാർഡിലെ കൗൺസിലറായിരുന്നു. ഇപ്പോൾ 9ാം വാർഡിലെ കൗൺസിലറാണ്. അതുകൊണ്ട് മേയർ വളരെ സുപരിചിതനാണ് ഈ ഭാഗത്ത്. മേയർ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചു. എല്ലാവരുമായിട്ടും സൗഹൃദം പങ്കിട്ടു. അത് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം മേയറോടെ വന്നിട്ടുണ്ട്. മേയറോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാം. മേയർ സദാശിവറിൻ്റെ കൂടെ എല്ലാം വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. മൈക്കെല്ലാം. സുഹൃത്തുക്കളെ, ഞങ്ങളെ ഇഫ്താർ വിരുന്നിൽ ഞങ്ങളെ മേയറും പങ്കെടുത്തിട്ടുണ്ട്. സദാശിവേട്ടൻ, എന്താണ് സദാശിവേട്ട അനുഭവം പങ്കെടുത്തതിൻ്റെ ഭാഗം? മനുഷ്യ മനസ്സിലെ സാഹോദര്യം, സ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങെന്നുള്ള നിലയിലാണ് ഇന്നിപ്പം കേരളീയരെല്ലാം ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ DYFI സംഘടിപ്പിച്ച ഇഫ്താർ നൽകുന്ന ഒരു സന്ദേശമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. മേയർ നിലക്ക് പങ്കെടുക്കുക എന്നുള്ളൊരു സന്തോഷം. മേയർ നിലക്ക് ഒരുപാട് പരിപാടി പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നു അനുഭവം? ഈ വർഷത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനത്തെ അനുഭവം? ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ല ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. കേരളത്തിന്റെ പട്ടണത്തിലെ ജനങ്ങളുടെ സ്നേഹവും എങ്ങനെയാണോ ഇഫ്താർ നല്ലതുപോലെ അവർ ആഘോഷിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ പാരമ്പര്യം മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ശക്തിപ്പെടുത്തുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ പരിപാടിയിൽ ഞങ്ങൾ മേയർ പങ്കെടുത്തതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഇഫ്താർ വിരുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തു. അപ്പം നല്ല ഓർമ്മകളായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരുന്നത്. അപ്പം ഇങ്ങനെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നത്. നമ്മൾ അയൽവാസിയാണ്. അപ്പോൾ അയൽവാസിനെയും കൂടി ഇതിൽ കാണിച്ചുകൊണ്ട് എൻ്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അയൽവാസിനെ കൂടി ഉൾപ്പെടുത്തി. സൂര്യ മാം എന്നാണ് പേര്, സൂര്യ മാഡം.